Hi friends, welcome back to Sharu's Little Kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ കൊത്തു ചപ്പാത്തി ആയിട്ടാണ്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. ഒരു കൊത്തു പൊറോട്ടയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നോക്കാം ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഇതിനു വേണ്ടി ഞാൻ ഇവിടെ 5 ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. ഒരു ഫിഷ് കട്ടർ കൊണ്ടൊക്കെ ഇത് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റും. ഈ സെയിം റെസിപ്പി തന്നെ പൊറോട്ട വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ആദ്യം ഇത് നീളത്തിൽ കട്ട് ചെയ്യാം, പിന്നെ ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിക്കാം. അപ്പൊ ഞാൻ ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ചിക്കൻ പീസസ് ഒക്കെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കാം. ഇതിപ്പോ ഞാൻ കറിയിൽ നിന്ന് എടുത്തിട്ടുള്ള പീസസ് ആണ്. ഒരു 5 പീസസ് ഉണ്ട്. നന്നായിട്ട് ഇത് ഷ്രെഡ് ചെയ്തെടുക്കാം. അപ്പൊ നമുക്കിനി കൊത്തു ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 3 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർക്കാം. അതും ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം. 2 പച്ചമുളക്, കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് കറിവേപ്പില ധാരാളം ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ചേർത്തോ. ഇവിടെ എൻ്റെ അടുത്ത് അത്രയും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. സവാള ഒന്ന് വാടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അത് 1 മിനിറ്റ് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ആഡ് ചെയ്യാൻ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം എടുക്കാൻ. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി തക്കാളി വേവാനായിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് തക്കാളി ഇങ്ങനെ സ്മാഷ് ചെയ്ത് കൊടുക്കുക. അപ്പൊ തക്കാളി നല്ലപോലെ വെന്തുടഞ്ഞ് കിട്ടും. അപ്പൊ തക്കാളി എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിന്റെ നടുക്ക് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് 2 മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. അതിന്റെ മഞ്ഞക്കരു ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 20 സെക്കൻഡ് ഇളക്കാതെ ഇരിക്കണം. അപ്പോഴേ നമ്മുടെ മുട്ടയുടെ ബേസ് ഒക്കെ ഒന്ന് നല്ല ഹാർഡായി കിട്ടുള്ളൂ. അതിനുശേഷം നമുക്കിത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചപ്പാത്തി ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാലയൊക്കെ ചപ്പാത്തിയിൽ നന്നായിട്ട് കോട്ടാവുന്ന രീതിക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് ചിക്കൻ ഗ്രേവിയാണ് ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചപ്പാത്തിയിലൊക്കെ നല്ല പരണ്ട് വരുന്ന രീതിക്ക് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. നമ്മുടെ കൊത്തു ചപ്പാത്തി എത്രത്തോളം ഡ്രൈ ആവണോ അതനുസരിച്ച് നിങ്ങൾക്ക് മൊരിയിച്ചെടുക്കാം. ഇതിങ്ങനെ കൊത്തണം എന്ന് ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്പാച്ചുല കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കൊത്തു ചപ്പാത്തി. ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. ഒരു സാധാരണ ചപ്പാത്തിയും കറിയും കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റാണ് ഇതിന് വേറെ കറിയുടെയോ ഗ്രേവിയുടെയോ ഒന്നും തന്നെ ആവശ്യമില്ല. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇടുന്ന വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണും വരെ ബൈ.